ആശാനിപ്പോ എത്ര വയസ്സായി? എനിക്ക് 76-ാം വയസ്സായി. 76-ാമത്തെ വയസ്സ്. ഗുരുനാഥനാരാ? ശ്രീമാൻ ഗുരു ചന്തു പണിക്കർ. ചന്തു പണിക്കർ ആശാന്റെ ഗുരുനാഥനാരാ? ഈശ്വരമേനോൻ, പാലക്കാട്. ഈശ്വരമേനും പിന്നെ കരുണാകരമേനൊന്ന് കരുണാകരമേനോന്റെ അച്ഛനാണ് ഈശ്വരമേനോൻ. അവരിവിടെ വടക്കൻകിലേക്ക് വരണേന്റെ മുമ്പ് അവിടെ വല്ല പാരമ്പര്യം ഉണ്ടായിരുന്നു? അവര് താഴക്കാട്ട് മനയിൽ വെച്ചിട്ടാണ് എന്റെ ഗുരുനാഥന്റെ അഭ്യാസം ഉണ്ടായത്. അതായത് ഒരു മരുമക്ക സന്താനം പിന്നെ അംഗങ്ങളാണ് മനയില്. അവർ സൗത്തിൽ കല്യാണമെല്ലാം കഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു അഭ്യാസം കഥകളി അവിടെ നടന്നു. മുമ്പേ അവിടെ ഓട്ടം തുള്ളലുണ്ടായിരുന്നു. എന്റെ ഗുരുനാഥൻ ഓട്ടം തുള്ളൽ അഭ്യസിച്ചു. അക്ഷയപാത്രം എന്ന് പറഞ്ഞൊരു കഥയാണ് അദ്ദേഹം പഠിച്ചത്. അല്ല, നല്ലൊരു കഥകളി തന്നെ നടത്തണം എന്നുള്ള ഉദ്ദേശം വാസുദേവൻ തിരുവുണ്ട് എന്ന് പറഞ്ഞുള്ള ആൾക്കാർ ഈ പാലക്കാടിലെ ഈശ്വരമേനോൻ, കരുണാകരമേനോൻ മുതലായിട്ടുള്ള ആൾക്കാരെ പിന്നെ മനയിലേക്ക് വരുത്തി തൃക്കരിപ്പൂര് അവിടെ വെച്ചിട്ടാണ് അഭ്യാസം തുടങ്ങിയത്. അതിന് മുമ്പേ അവിടെ കഥകളിയുടെ പാരമ്പര്യം കഥകളി അവിടെ മനയിലുണ്ടായിരുന്നില്ല. ചിറക്കല്, ചെറുകുന്നല്, നീലേശ്വരം, ഇരുവില് വാഴുന്നവർ, അരവത്ത് വാഴുന്നവർ, അതിന്റെ അവശിഷ്ടങ്ങളിൽ ഇപ്പോഴുണ്ട്. ചില വേഷക്കാരിൽ എനിക്കും അറിയാവരെല്ലാം അത് വടക്കൻ സമ്പ്രദായമായിരിക്കും. ഞങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ഇന്നുള്ള ജീവിച്ചിരിപ്പുള്ള കഥകളിക്കാരൊക്കെ ചന്തുപണിക്കരുടെ ശിഷ്യന്മാരാണ്. അത് ഈശ്വരൻ പാരമ്പര്യമാണ്. ഈ കലാമണ്ഡലം ഞങ്ങളായിട്ട് ഏകീകരിച്ചിട്ട് ഒന്നായിട്ട് പോകുന്നതാണ്. ഞാൻ 13 വയസ്സിൽ കഥകളി അഭ്യസിക്കാൻ തുടങ്ങി. കച്ചകെട്ടി 13 വയസ്സിൽ. അതിനുമുമ്പ് ഞാൻ അത്ര നാടകം, സംസ്കൃതം, അമരം, കാവ്യം സ്കൂളിലൊരു 4-ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഈ കലാപരമായിട്ട് ഞാൻ വളരെ മുൻപോട്ട് പോകുന്നതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇതിലേക്ക് ഇങ്ങനെ വിട്ടു. അത് കണ്ട് വേങ്ങയിൽ ചാത്തുകൂട്ടുന്നതിനാണ് എൻ്റെ ദേവയാനചരിതത്തിലൊരു കുട്ടിക്കഥന്റെ വേഷം ഞാൻ നാടകത്തിൽ കിട്ടിയിരുന്നു. അത് ഈ അഭ്യാസം തുടങ്ങുന്ന കാലത്ത് എൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു. ഞാൻ അച്ഛനും അമ്മയൊന്നും അറിയാതെ കണ്ട് പോയി ചാടി വീണു. അപ്പോൾ കുട്ടികൾ സെലക്ട് ചെയ്യുന്നുണ്ട്. 10-25 പേരുണ്ടായിരുന്നു. ആ 25 പേരിൽ എന്നെ മുൻഗണനയിലെടുത്തു. എനിക്ക് വയസ്സുള്ള ഒരു 3-4 പേരായാലും മൂപ്പുള്ള ആളുണ്ടായിരുന്നു. അന്ന് എനിക്ക് ആദ്യം തന്നെ പ്രവേശനം കിട്ടി. സുഭദ്രാഹരണം എന്ന് പറഞ്ഞ കഥയിൽ ദേവേന്ദ്രന്റെ വേഷമാകുന്നു അവനാക്കി എഴുതി തന്നത്. അപ്പോൾ ഞാൻ 4 മാസം കഴിയുമ്പോൾ എനിക്ക് മൂപ്പുള്ള ആളെല്ലാം കവച്ചു വെച്ച് നീ മറുഭാഗം നിൽക്കണം എന്നുള്ള ഓർഡറായി. ഞാൻ മറുഭാഗം നിന്നു. പിന്നെ അവിടുന്ന് ഒരു 6-7 മാസം കഴിയുമ്പോൾ നായനാറിന്റെ ഉടമസ്ഥനൊക്കെ എന്നെ കൂടെ വന്ന് നോക്കൂ. പണിക്കരെ ഇവനെ പ്രത്യേകിച്ച് മനസ്സിലെത്തണം, മറ്റവരെല്ലാം ഇങ്ങോട്ട് മാറി മാറി നിന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അഭ്യാസം നടങ്ങി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് കോടോത്ത് കളിയവും ഉണ്ടായിരുന്നു. ദീർഘിക്കാൻ കാരണം ഞാൻ സംസാരിക്കാം. അപ്പോൾ നായനാർക്ക് അവിടെ കോപ്പില്ലാത്ത കാരണം വേങ്ങയിലും കോടോത്തും വലിയൊരു തറവാട്ടുകാർ 10-18 കൊല്ലം കോടോത്ത് കളിയോഗം നടന്നിരുന്നു. അവിടെ പോയി കോപ്പ് ചോദിച്ച സമയത്ത് ഒന്നും തരാനൊക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു വാശി തോന്നി. നായനാർക്ക്, ചാത്തുകുട്ടി നായനാർ, അദ്ദേഹം കോപ്പ് എല്ലാം ഇവിടെ ഉണ്ടാവണം എന്നുള്ളവർക്ക് ആശാനിമാരാ, പരിഹാരക്കാരാ, കുത്തുപണിക്കാരാ, പൂപ്പണിക്കാരെ തെക്കന്തിക്കുന്നു, കടത്തനാട്ടിൽ പല രാജ്യത്തുനിന്നും എല്ലാവരും വരുത്തി. അതാതിന്റെ പ്രവർത്തിക്കാർ. അപ്പോൾ കൂപ്പുകളെല്ലാം അവിടെ ഉണ്ടാവണമെങ്കിൽ താമസം കൂടെ പറ്റും. അപ്പോൾ 109 കർക്കിടകത്തിലാണ് കഥകളി അഭ്യാസം തുടങ്ങിയത്. അത് 111 വരെ നിന്നു ഈ കോപ്പുകൾ നന്നാക്കാൻ വേണ്ടിയിട്ട്. ആ അവസരത്തിൽ ഞങ്ങൾക്ക് എന്ത് പണിയെടുത്തെന്ന് ചോദിച്ചാൽ എന്റെ അരങ്ങേറ്റ വേഷം സുഭദ്രാഹരണത്തിൽ അർജുനായിരുന്നു. അതൊരു പ്രത്യേകതയാണ്. അത് 111 9 തുടങ്ങിയത്. ഞാൻ പറയാം അതെങ്ങനെ അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ കഥകളി യോഗത്തിൽ വർഷത്തിൽ ഒരു 4-5 മാസം അഭ്യാസം കഴിഞ്ഞാൽ ഒരു കൊല്ലത്തെ അഭ്യാസം കഴിഞ്ഞു. ഇതല്ല, ഞങ്ങൾ ഇടതടവില്ലാതെ കണ്ട് 24 മാസം ഒരു ദിവസം ഒഴിയാതെ കണ്ട് അഭ്യാസം ചെന്നതുകൊണ്ട് 4 കൊല്ലം 5 കൊല്ലത്തെ ഫലമായിരിക്കും. അപ്പോൾ ഞാൻ പ്രധാന വേഷം, സ്ത്രീ വേഷങ്ങൾ, കുട്ടിത്തരം വേഷങ്ങൾ, പ്രധാനം എല്ലാ വേഷങ്ങളും എന്നെ പ്രത്യേകിച്ച് മനസ്സിരുത്തിയാണ് ചെയ്തു. പിന്നെ അത് കണ്ടതിന് ശേഷം നായനാർ ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു. വിഷവിദ്യരെല്ലാം നല്ല നല്ല കലാകാരനാണ്. അദ്ദേഹത്തിന് കൂടാണ്ട് ഒരു തോട്ടം നമ്പൂരിപ്പാട് കഥകളീന്റെ നല്ല ജ്ഞാനമുള്ള ആള്. ഗണപതി നീലമന എന്ന് പറഞ്ഞ ഗുരുനാഥന്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു. ഒരു ദിവസത്തിലെ അഭ്യാസ ക്രമം സാധാരണ അന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ അഭ്യസിക്കാനാണ് ആരെ അയക്കാറില്ല. നയനാർ സ്വയം സംരക്ഷണമാണ്. 3:30 മണിക്ക് 3 മണിക്ക് വെളിച്ചാകാലത്ത് അറിയും
കാരണം ഈ ഒഴിച്ചലൊക്കെ നടത്തിപ്പോണമല്ലോ. ആദ്യം തന്നെ കച്ച കെട്ടുക, എണ്ണയിടുക, ചാടുക, നിന്ന് ചാടുക, പിന്നെ ഇരുന്ന് ചാടുക, പിന്നെ അതിന് ശേഷം മെയ്യെറുപ്പ് എടുക്കുക. മെയ്യെറുപ്പ് എന്ന് പറഞ്ഞാൽ മെയ് സാധനങ്ങൾ ഇരുത്തുക, വലിക്കുക, ചുഴിക്കുക, നീട്ടിയിരിക്കുക, പൊട്ടച്ചുഴിക്കുക, ഇങ്ങനെയുള്ള ഈ വടക്കൻ തെക്കിലെ കുറച്ച് പ്രത്യേകതയുള്ള മെയ് അഭ്യാസങ്ങളെല്ലാം മെയ് വരാൻ വേണ്ടിയിട്ട് അത് ചെയ്യും. അതിനുശേഷം കളരിയിൽ നമസ്കരിച്ച് കാല് സാധകം തുടങ്ങും. അതോ 2, 5, 8, 10 കാര്യങ്ങൾ ഒരു ദിവസം 1, 2, 3 കയറ്റി ചുരുക്കി പോകും. ഇരട്ടിവട്ടം, ചിത്തത്ത, പിന്നെ ദീവട്ടം, ഇങ്ങനെ പരന്തുകാല്, കുത്തുകാല് ഇതൊക്കെ ചെയ്യും. തക്കിടതകി എല്ലാം ചെയ്യും. അത് 2, 3 എണ്ണയെ ഓരോ ദിവസം ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നമുക്ക് ഒഴിച്ചലിന്റെ സമയമായി. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാൽ കച്ചയായിരിക്കില്ല. ഇന്നത്തെ സമ്പ്രദായം ഇല്ല. അപ്പൊ നെയ്ക്കാപ്പി കൊണ്ടുവരും. മുഖം കാലുകൊണ്ട് ഒഴിയും. കാലുകൊണ്ട് ഒഴിയും. പിന്നെ മുഖം കൊണ്ട് തൃപ്തിയിലെ വേഷക്കാരൻ മുഖം ആദ്യം കൈകൊണ്ടും വൃത്തിയായിട്ട് എന്നെ ഗുരുനാഥൻ എന്നെ മാത്രമേ ഒഴിഞ്ഞിട്ടുള്ളൂ. മറ്റാരും എന്നെ ഒഴിയാൻ സമ്മതിച്ചിട്ടില്ല അദ്ദേഹം. അപ്പൊ എനിക്ക് മെയ് വരുന്നവരെയാണ് 10, 30 ദിവസം 40 ദിവസം കുഴമ്പ് പ്രത്യേകിച്ച് തെറ്റ് മെയ് വരുന്നവരെ ഒഴിച്ചാലാണ് ഉണ്ടായത്. അപ്പൊ മെയ് 2 കൊല്ലം കൊണ്ട് തന്നെ എനിക്ക് മെയ് നല്ല 3:30 മുതൽ 8 മണി വരെ നിൽക്കുക. 6 മണി 7 മണി വരെ നിൽക്കുക. കാലത്തെ അഭ്യാസം പോരാ. അപ്പൊ ഈ കാലത്ത് 3:30 തുടങ്ങിയാൽ പിന്നെ ഒരു നെയ്യിട്ട് കഞ്ഞിയുണ്ട്, നമ്മളുടെ ആഹാരം. ഈ കച്ചിയും മെഴുക്കൊന്നും അഴിക്കാതെ അത് പോയി കഴിക്കും കുട്ടികൾ. അതിനുശേഷം പിന്നെയും അഭ്യാസം തുടങ്ങും. കാരണം ഇളകിയായിട്ട് ഉരുടാൻ തുടങ്ങും. തോടയത്തിന്റെ ഭാഗം, ഉറപ്പാട്ടിന്റെ ഭാഗം, പെണ്ണുങ്ങളെല്ലാം അഭ്യസിച്ച് ഒരു 11:30 മണി സമയത്ത് കുളിക്കാൻ വിടും. ആ അവസരത്തിലാണ് കുളിയും കച്ച കഴിക്കലും കാര്യവും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ കളരിയിൽ എല്ലാവരും എത്തണം. പിന്നെ മുഖം പ്രാക്ടീസ്, പദം പഠിക്കുക. അതെ, പദങ്ങൾ പഠിക്കുക, ചൊല്ലിയാടേണ്ട വേഷങ്ങൾ, അതിന് മുദ്രയിലിടുക. അതിന് 3 മണിക്ക് ആദ്യം എഴുന്നേറ്റും എല്ലാവരും. എഴുതിയിട്ട് ഉടനെ ഇളകിയായിട്ട് ഉരുടുക. അതായത് ചവിട്ടിച്ചാടി, വഴിയൊപ്പിച്ചാടുക, മുമ്പോട്ടിച്ചാടുക, ഇന്നൊരിക്കലും മുദ്ര കാണിക്കുക എന്ന് ഒരാൾ പറയുക. അത് ഞാൻ മുമ്പിൽ പറയും. അതുപോലെ എല്ലാവരും പ്രവർത്തിച്ചോളണം. അപ്പോൾ അതിനനുസരിച്ച് മുദ്രകളെല്ലാം കാണിക്കും. അത് കഴിഞ്ഞൊരു 4 മണി സമയത്ത് കഷ്ടിച്ചല്ല പദങ്ങളെല്ലാം പഠിച്ചത് ചൊല്ലിയാടിക്കാൻ വേണ്ടിയിട്ട് പാട്ടുകാരൊക്കെ ഇവിടെ വന്നിരിക്കും. സ്ഥിരം കഥകളി പാട്ടുകാരൻ കമ്മാരൻ നായർ, വാസുദേവൻ വീശൻ, പിന്നെ തെക്കൻ ദിക്കിലെ അപ്പേക്കാട്ട് നാരായണൻ നായർ, നെല്ലുവായി ഗോവിന്ദനായർ, ചണ്ടക്കാരൻ എല്ലാം പാലക്കാട്. വൈകുന്നേരം ആദ്യം ചൊല്ലിയാട്ടം തുടങ്ങും. സന്ധ്യക്ക് മുൻപായിട്ട് എല്ലാവരും സന്ധ്യക്ക് വിട്ട് സന്ധ്യാവന്ദനത്തിനെല്ലാം വിട്ടതിന് ശേഷം 1 മണിക്കൂർ നേരം ഭജനയുണ്ട്. എല്ലാം കൂടിയിട്ട് കളരിയിൽ വെച്ചിട്ട് ആ ഭജന കഴിഞ്ഞാൽ ഞാൻ കളരിയിൽ പോയിരിക്കുക. വലിയ കളരിന്റെ പുറത്ത് അതൊക്കെ ഇവിടുന്ന് കണ്ണ് സാധകം. അപ്പോ ആശാന്മാർ ഒരു 5-8 പേരുണ്ട്. ഒരാളെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. ഗുരുനാഥൻ എന്റെ മുമ്പിൽ ഇരിക്കും. അപ്പോൾ സംശയമുള്ള വിഷയം ചോദിച്ചോന്ന് പറഞ്ഞ മുദ്രകള് അതാത് പഠിച്ചതിന് അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. മൂപ്പര് എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും. മൂപ്പര് ഇരിക്കുന്നതിന് മധ്യം നായനാറുണ്ടാവും. ഈ പറഞ്ഞ 4-5 പണ്ഡിതന്മാരും എന്റെ മുമ്പിലുണ്ടാവും. ആ കഥ ഒരു മുദ്ര കാണിക്കണം. അതിന്റെ കഥ പറഞ്ഞു തന്ന്, അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു തന്ന്, ചരിത്രം പറഞ്ഞു, ആ മുഖം ഇവന് മുഖത്ത് ഭാവത്തിൽ മുദ്രയിൽ വരുന്നുണ്ടോ എന്നുള്ള നിലക്ക് കൃത്യമായിട്ട് ഗുരുനാഥൻ പറഞ്ഞു. ഒരു ദിവസം പിന്നെ ഒരു 8 മണിക്ക് മുദ്ര കാണിക്കാൻ തുടങ്ങിയാൽ ഒരു പദം കൊണ്ട് തന്നെ 9 മണി 9:30 മണിയാവും. അപ്പോൾ ഇവരെല്ലാം പിന്നെ ആഹാരത്തിന് പോയി കൊടുക്കുന്നു. ആഹാരം പോയി കഴിച്ചു ഉടനെ കുട്ടികളെല്ലാം ആ കൂട്ടത്തിലൊക്കെ ഉച്ചക്കും വൈകുന്നേരം എല്ലാം നടന്നു. മുഖത്ത് നെയ്യ് പരട്ടി, പശു നെയ്യ് ഈ കണ്ണിന് ചുറ്റുവട്ടം പരട്ടി കണ്ണ് പഠിച്ച് ഭാവങ്ങളെല്ലാം നടന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഭാവങ്ങളായിട്ട് മുദ്ര വരുമ്പം ഭാവം വരുന്നേ ഉള്ളൂ. നവരസം നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, പദം പറഞ്ഞു തരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അഭാവം. ഒരു ആന എങ്ങനെയാ കാണിക്കുന്ന വെച്ചാൽ ഈ ആനേന്റെ പ്രകൃതി നായനാർ വന്നിട്ട് അത് കൂടാണ്ട് എസ്കലേറ്റർ മാതിരി വനങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോകും. വനങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി വനങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചു തരും. പിന്നെ അതേ ദിവസത്തിൽ ആനക്കൊമ്പ് കണ്ട ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കംസോദരൻ ആനക്കൊമ്പ് തന്നെ കാണിച്ചു തരും. അവിടെ ആനക്കൊമ്പുണ്ട്. സുമാറുള്ള ടൗണ് ഉള്ള പോലത്തെ എല്ലാം ആശയം. മുദ്രകള് പഠിക്കുമ്പോ എങ്ങനെയാ തുടങ്ങുക? മുദ്രകൾ ആദ്യം സൂര്യരാജ എന്നുള്ള പ്രമാണമൊന്നും വന്നില്ല. ഗുരുകുല സമ്പ്രദായമാണ്.
അത് ബ്രഹ്മാവ് വിഷ്ണു ഒരു ബുക്ക് നിങ്ങൾ കണ്ടു. അത് പ്രകാരം ബ്രഹ്മാവ് വിഷ്ണു പരമേശ്വരൻ ശിവൻ ദേവേന്ദ്രൻ വനം എന്നുള്ളത് വയലോട്ട് ചവിട്ടി ചാടിയാണ് വലിയപ്പെട്ട വണ്ണം. പിന്നെ പരക്കം ചവിട്ടി ചാടി അത് വലിയ സമ്പ്രദായം. അത് വന്നിട്ട് സമയത്ത് പദങ്ങൾ പഠിച്ചൊരു 5-6 പദങ്ങൾ ഇതിന്റെ വെച്ച് വരുമ്പോൾ ലഘുമുദ്രകളും കാര്യങ്ങളെല്ലാം ഒരു 8 or 10 പദം കൃത്യമായി പഠിച്ച മുദ്രകളെല്ലാം ഇതിൽ അടങ്ങിയിരിക്കും. പിന്നെ പ്രത്യേകിച്ചിട്ട് സൂര്യോരാജനം പറഞ്ഞിട്ട് അങ്ങനെ തീർന്നില്ല. അത് ക്രമേണ ഇപ്പം വിദേശീയർ വന്ന് ചോദിക്കുന്നു സൂര്യൻ എന്തുകൊണ്ട് പതാക എങ്ങനെ ചോദിക്കുക. അതിപ്പോ അത്രക്കല്ലേ ഉള്ളൂ. പക്ഷെ ഗുരുനാഥൻ പറഞ്ഞതിലെപ്പടി വിരലിങ്ങനെ പിടിച്ചാൽ അത് ഇങ്ങനെയല്ലേ ചോദിച്ചാൽ അതിനപ്പുറം പറഞ്ഞു അടിയാ കിട്ടുക. രാമായണത്തിലെ കഥകളിലെ കാര്യമായിട്ട് ചെല്ലാറുന്ന കഥകളൊക്കെ രാമായണം കഥകളിലെ രാമായണമെല്ലാം ഞങ്ങൾ മുൻപന്തിയിലെത്തിയത് കോട്ടയം കഥകള്. കാരണം കാലയോധം കൃമീയോധം രോധം തുടങ്ങി പിന്നെ കല്യാണ സൗന്ദര്യം മുതലായിട്ട് പിന്നെ ഉത്തരായനം വരും കീചബോധം മുതലായിട്ട് ആ സമ്പ്രദായത്തിലേക്ക് പോയി. പിന്നെ ഈ രാമായണം ബാല്യവധം തോരണ യുദ്ധം ഇങ്ങനെ 2 രാമായണം വലിയ കഥയായിട്ട് എടുക്കാറ് പതിവുള്ളൂ. ഈ തോരണ യുദ്ധവും ബാല്യവധം ഇതാണ് അതിൽ പ്രത്യേകിച്ചിട്ട് പാടാനും അത്രക്കല്ലേ ഉള്ളൂ. ആശാൻ പഠിപ്പിക്കുമ്പോ വേഷങ്ങളുടെ നില ഔചിത്യം ഇങ്ങനെയൊക്കെ വാക്കുകൾ ഒക്കെ ഒരു പദം ഈ ജഡ്ജിമാരുണ്ടല്ലോ പണ്ഡിതന്മാരാണ്. അവര് നിന്ന് പറഞ്ഞു തരും ഇന്ന വേഷത്തിന് ഇന്ന നില, ഇന്ന സമയത്തുള്ള ഇന്ന ഘട്ടം. ഇപ്പൊ സ്വർഗത്തിൽ അർജുനൻ പോകുന്നു. കാരണം അമർത്യവൈര്യ സാരഥ എന്നുള്ള ശ്ലോകവും പഠിക്കണം പദവും പഠിക്കണം നിർബന്ധം. മുൻപ് കുട്ടികൾ ശ്ലോകം പഠിക്കാറില്ല. എനിക്ക് കഥകളി ശ്ലോകം എല്ലാം തോന്നും. അത് ഈ ശ്ലോകം പഠിച്ചതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് സ്തമാത്ത ശസ്ത്രലസ്തകജിത്യൊരസ്ത്ര സഞ്ചയി എന്ന് വരുമ്പോ അതിന്റെ ഭാവം എങ്ങനെ ആ ഭാവം വരുന്നവരെ മാത്രമേ ഇത് അഭ്യസിക്കുള്ളൂ. അവര് ഇല്ലാത്തവരെ അവരങ്ങ് പുറന്തള്ളി സ്ഥായി എന്നുള്ള ഭാവത്തിൽ സ്ഥായി പിടിക്കണം, ശ്വാസം കെട്ടണം, വ്യായാമം വേണം, ഉഴിച്ചില് കഴിക്കണം. എന്നാലല്ലേ മുഖത്ത് സ്ഥായി വരുള്ളൂ. ദേഹം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കണ്ണു വീക്കാവുന്ന കണ്ണ് ചത്തമിന്റെ കണ്ണ് പോലെ ഇരിക്കും. വലിയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അനവധി വലിയ കണ്ണങ്ങ് വിൽക്കും. അവൻ ഇരിച്ചാൽ എന്തെന്നാന്ന് വെച്ചാൽ എന്താ വലിയ കണ്ണായിരിക്കും, ഒരു വലുതുമില്ല. അവൻ കാണിക്കുന്നതല്ല അതിനെ ആയിരിക്കും. ഫലിതം വേണം. അത് ചെറിയ കണ്ണ് വലിയ കണ്ണെന്നല്ല, ഫലിതത്തിനാണ് പ്രാധാന്യം. മനസ്സിലായില്ല? ഭാവം പ്രധാനം. അതേ അവസരം കണ്ണിൽ നിന്ന് വരണം. ഏതാണോ വരുന്നത് അത് മുഖത്തുണ്ടായിരിക്കണം. അതേ അവസരം അത് സാഹിത്യം ഇവന്റെ ഉള്ളിലുണ്ടായിരിക്കണം. അല്ലാണ്ട് ഇന്ന് ആ ഭാവം വരില്ല. ഇവിടെ ആ ഭാഗത്തും പിന്നെ തെക്കൻ ദിക്കിലുമായിട്ടുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം എന്ന് വെച്ചാൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫുൾ ടൈം കിട്ടുമല്ലോ കുട്ടികളെ അഭ്യസിപ്പിക്കാൻ. അന്നേരത്തെ അത് കൂടുതൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടികളല്ലെങ്കിൽ ഇടിയിപ്പം ചില കുട്ടികൾക്ക് എന്റെ കുട്ടി സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ കുറച്ച് മറ്റത് പഠിക്കണം, പിന്നെ കലാമണ്ഡലം പോയി ചേരുന്നു, കുറച്ച് ചെണ്ട വേണം, കുറച്ച് ഡാൻസ് വേണം, കുറച്ച് കഥകളി വേണം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തികച്ചു ഒന്നും ഉണ്ടാവില്ല, ഏതൊന്നും ഉണ്ടാവില്ല. മെയ്യിൽ വ്യത്യാസം വരുന്നുണ്ടോ ഈ ഭാഗത്ത് അല്ലെങ്കിൽ തെക്കൻ ദിക്കിലും അത് വടക്കൻ ദിക്കിലും ആൾക്കാർ പറയണ്ട ശരിയാണോ? ശരിയല്ല. അതേ അവസരത്തിൽ മെയ് വരുന്നവന് ഒരു വർഷം 2 വർഷം കൊണ്ട് മെയ് വരുന്നതെന്ന് മനസ്സിലാവും. പിന്നെ വരാത്തവന് എത്ര തന്നെ ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല. എന്നെ നടുവ് ഇങ്ങനെ തന്നെ ഇരിക്കും, കൊക്ക പോലെ ഇരിക്കും. വരാം തിരി 14 വെച്ച് ചവിട്ടിയാലും അവന്റെ ഇടിയിക്കുമ്പോ വളഞ്ഞിരിക്കും. ചിട്ടകളിലൊന്നും വലിയ വ്യത്യാസമില്ലല്ലോ. കലാമണ്ഡലവും എന്റേതുമായിട്ട് അണുപോലും വ്യത്യാസമില്ല. ഇവര് സമ്മതിച്ചതാ ഗുരുനാഥന്മാർ. കാരണം കലാമണ്ഡലത്തിൽ ഞാൻ അരങ്ങേറ്റം വേഷം കെട്ടി ചെമ്പ്രോളം വരെ അയ്യപ്പൻ കാവിലായിരുന്നു ഞങ്ങളുടെ സേവ. അതിന് ശേഷം പണക്കളി കിളിക്കുന്നു പറഞ്ഞിട്ടാ ചെമ്പ്രോളം കര ഗുരുനാഥന്റെ നാട ചിലവനം. അവിടെ പോയി പ്രാർത്ഥന കഴിച്ചു വരുമ്പോൾ ഞങ്ങൾ കോഴിക്കോട് വെച്ചിട്ട് കളിയുണ്ടായിരുന്നു. അന്ന് കരുണാകരൻ ആശാൻ, വെങ്കടേശ്വര ബാബു, മൂത്തമ്മന നമ്പൂരി, വെങ്കിച്ച് സ്വാമി, ഇതൊക്കെയാണ് കളിക്കാർ. പിന്നെ വേറെയും 2-3 മഹോത്സവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ വേഷം പിറ്റേ ദിവസവും ഒരു കല്യാണ ദിവസം തന്നെയായിരുന്നു അവിടെ വെച്ചിട്ട്. കാരണം അരങ്ങേറ്റം കഴിഞ്ഞ് പിറ്റേ ദിവസം വരിക. പിന്നത്തെ ഒരു സൂദ്രാഗണത്തിൽ അന്ന് അർജുനനെ പാടിയത് വെങ്കടേശ്വര ബാബു തന്നെയാണ്. അത് കഞ്ഞതള ഞാൻ കുറച്ചധികം പ്രസംഗിക്കണം. കഞ്ഞതളല്ല വരുന്നത്. അപ്പൊ അതിന് പാടുന്നത് ശരിയല്ല എന്നുള്ളത് മറ്റോ ഇപ്പുറത്ത് വിമർശിക്കുന്നത് മൂപ്പരങ്ങ് എടുത്തു അമർന്നിട്ട് അഞ്ഞസായനോടെല്ലാം കൂടെ അങ്ങ് തുടങ്ങിയിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു മതിയെന്നോ മറ്റോ പറഞ്ഞു തോന്നുന്നു. അപ്പൊ ഒരു സാധനം ഇങ്ങോട്ട് നന്നായിട്ട് പറഞ്ഞു. എന്നെ എത്രയോ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. അപ്പൊ അന്ന് ഞാൻ ഇവരെ വേഗത്തിനോട് ചോദിച്ചു. അന്ന് യാതൊരു മാറ്റങ്ങളും ഗുരുനാഥന്റെ സമ്പ്രദായവും കലാമണ്ഡലമായിട്ട്. പിന്നെ പക്ഷിക്കാന്തോടി ആസാൻ ആ മഹാനെ എനിക്ക് നല്ലവണ്ണം അറിയാം. എന്നെ വളരെ ഇഷ്ടപ്പെട്ട കുഞ്ഞി എന്ന് പറഞ്ഞത്
ഈ പത്മനാഭനാർക്ക് എന്നെ അറിയാതെ എന്നാൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ ശീലം പിടിക്കലായി. അത്ര സന്തോഷിച്ചിട്ടുള്ളത് എന്റെ ഗുരുനാഥനെ പോലത്തെ ഒരാളാണ് അദ്ദേഹത്തിന്. തെക്കൻ സമ്പ്രദായമായിട്ടോ? തെക്കൻ അത് ഞാൻ ഈ തിരുവിതാംകൂർ സമ്പ്രദായം ഇന്നിപ്പോ ഈ പറഞ്ഞ മാതിരി തന്നെ ഗുരുനാഥൻ വാരണക്കോട്ടെ കലിയോഗത്തിൽ നടക്കുന്ന കാലത്ത് തോട്ടം നമ്പൂരി എന്ന് പറഞ്ഞൊരു കമലതയുള്ള അയാൾക്കത് അതേ ആവും, അതേ വൈകുന്നാന്ന് കേൾക്കുന്നു, അത് അസലാവുന്ന പറയുന്നത്. അവർ ഈ ശൃംഗാരത്തിൽ കുറച്ച് ഞങ്ങളാക്കാണ് ഈ മുൻപന്തിയിൽ നിൽക്കും, അശ്ലീല ശൃംഗാരം കാണിക്കും. നമുക്കത് കാണിക്കൂല, കാരണം അവർ കുറച്ച് കവിഞ്ഞ സമ്പ്രദായത്തിൽ അശ്ലീലങ്ങൾ. കാരണം കീചകനായാലും നിരക്കേടില്ല. ഇപ്പോൾ രംഭാപുരം ഇതിപ്പോ ഇന്നിപ്പോ ഈ ആടുന്നു കമലതള്ള ലോചന ഞാൻ 2-3 വേഷം കെട്ടിയവനാണ്, അത്രേ കെട്ടിയിട്ടുള്ളൂ. എനിക്ക് എനിക്കത് വലിയൊരു ഇഷ്ടമുള്ള സംഗതിയല്ല ഈ കമലദളം. അത് ഇവർക്കെല്ലാം കാണണം, മനസ്സിലായില്ല? അത് ഇന്നൊരു സുഖമായിട്ട് തോന്നുന്നില്ല, അത് മനസ്സിലായില്ല? കപ്ലിങ്ങാട് സമ്പ്രദായമാണോ അവിടെ അങ്ങനെ പറയാറുണ്ട്? ഓ, കപ്ലിങ്ങാട് സമ്പ്രദായമാണോ? കപ്ലിങ്ങാട് നേരം അവർക്ക് മെയ്യില്ല, മുദ്രക്ക് ഭംഗിയില്ല. മുദ്രക്ക് ഭംഗി എടുക്കണ്ടിരിക്കുന്ന എടുക്കൂല. ചാക്യാര് കൂത്തുവാണെങ്കിൽ വട്ടിക്ക് നിങ്ങൾ എടുക്കും. അത് ഏതുപോലെ ഞാൻ വേഗം പറഞ്ഞുതരാം. ഒരു ഞാനെന്നുള്ള മുദ്ര എടുത്ത് ഇങ്ങോട്ട് കഴിഞ്ഞ് ഞങ്ങളുടെ സമ്പ്രദായത്തിലേക്ക് ഞാനെന്നെ കാണിക്കാറാവണം. ഇതുണ്ടായി യോച്ചാനിച്ച് പിടിച്ചിരിക്കണതാണ്. ഇത് യോച്ചാനം എന്നാ ഇതിന് പേര്. ഇവിടുത്തോട് സംസാരിക്കുമ്പോ ഏത് മുദ്ര കാണിക്കും? ഇതിനെന്താ ഘനമുള്ളത്? കൂടിയാട്ടമായിട്ട് പ്രാചീനം സാധിച്ചിട്ടുണ്ടാവോ അവിടെ? എനിക്ക് കൂടിയാട്ടം അന്ന് കഥകളിയായിട്ട് സഹകരിച്ചിട്ടുണ്ടാവണം. അതെ, തെക്കൻ ദിക്കിൽ ആ ചിട്ട അങ്ങനെയാണല്ലോ, അത് രാമായണാണല്ലോ. പിന്നെ അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തെക്കൻ ദിക്കിൽ നമ്മുടെ സമ്പ്രദായം രാമായണ കഥ തെക്കുന്നാണല്ലോ ഉണ്ടാക്കിയത്. അപ്പൊ അവര് അവിടെ തന്നെ അത് രാമായണം അധികം വേണം അഭിപ്രായം ഉണ്ടാവും. നമ്മൾ ഇപ്പോഴും കൂടുതൽ കോട്ടയം കഥ പ്രചരിപ്പിക്കുന്ന എന്താ വെച്ചാൽ കോട്ടയത്ത് രാജാവ് ഉണ്ടാക്കിയതുകൊണ്ട് കോട്ടയം കഥ അരിയമൻ നമ്പി മുതലായിട്ടുള്ള ആൾക്കാർ. അതാത് ആള് കവിത ഉണ്ടാക്കുമ്പോൾ എന്റെ അച്ഛൻ കലിയോഗം നടത്തുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയ കവിത തന്നെ വിചാരിക്കണം എന്നിട്ട് നിർബന്ധം വന്നിട്ടുണ്ടാവും. പിന്നെ ഈ ചന്തുമണിക്കരാശാന്റെയും അമ്പുമണിക്കരാശാന്റെയും കാലത്ത് അവിടെ മേളക്കാരാണ്. ഒരു വെള്ളാവര് ഒരു മാരാറുണ്ടായിരുന്നു, തെക്കൻദിക്കിലുള്ള ആൾക്കാരെ ശിഷ്യനാണ്. പാണങ്കോടൻ നാരായണനാര് ഇന്നിപ്പോ കഥകളി ചിട്ടപ്രകാരം എന്നുള്ള എഴുതിയില്ലേ, അയാള് എന്റെ ഗുരുനാഥനാണ്, എന്നെ ചെല്ലിയടിച്ച ഭാവത്തിലാണ്. ഈ പാണങ്കോടൻ പിന്നീട് വന്നിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. കാരണം ആടാ കുറെ മകളെ അധികം ധ്യാനത്തിൽ കൂട്ടും, കൂടുന്ന കുറെ ഭംഗി തെക്കൻദിക്കിൽ തന്നെയാണ്. അത് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് ഒരു വീണാന്ന് വായിക്കുന്നത് വീണാന്ന് തോന്നും. ഞങ്ങളുടെ കൂട്ടത്തിൽ അത്ര വൃത്തിയായിട്ടൊന്നും കൊണ്ടിരുന്ന ആൾക്കാർ കുറച്ച് കുറവാണ്. പാട്ട് ഇന്നത്തെ ശൈലിയല്ല, അങ്ങനത്തെ പാട്ട്. കാരണം വേഷത്തിനനുസരിച്ച് ഇന്നിപ്പോ ഒരു ഗണ്ടാരം മൂളിയാൽ അത് പാടിയാന്നോ മറ്റോ തോന്നുന്നു ഇവരിപ്പോ പാടുമ്പോ. അതിന് ഘനം മതിയാവുന്നില്ല. അവര് വേഷം രംഗത്ത് പോകുമ്പോ ആ സ്ഥായിക്കനുസരിച്ചിട്ടാണല്ലോ രാഗം കൊടുത്തത്. ആ ഗാനം ഇപ്പം ഗണ്ടാരം തന്നെയാണെങ്കിൽ ശിശുപാലനെ ഒന്ന് അരങ്ങത്ത് പോകുമ്പോൾ ഒരു ഗണ്ടാരം വേറെ, ഉത്ഭവത്തിൽ രാവണന്റെ ഗണ്ടാരം വേറെ, സാധാരണയില്ലേ ഗണ്ടാരം വേറെ. അപ്പൊ വേഷത്തിന്റെ നിലക്കനുസരിച്ചിട്ട് പണ്ടത്തെ കൂട്ടർ കൊണ്ടുപോകും. ഇന്ന് അത് കൊണ്ടുപോകാൻ ഇവരെ കൊണ്ട് സ്വരവുമില്ല. ഇവർക്ക് അന്നേരം തന്നെ മൈക്ക നക്കുക വേണം, ഇല്ലെങ്കിൽ പിന്നെ പാട്ടില്ല. മനസ്സിലായില്ലേ? അതിനെപ്പോലും പാട്ടില്ല, പാട്ട് എവിടെയും കേൾക്കില്ല. അന്ന് ഈ മൈക്കൊന്നുമില്ല. അന്ന് നമുക്ക് വാസനഭീഷണം പാടുന്നത് കേട്ടാൽ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരത്തേക്ക് കേൾക്കും പാടുന്നു കേട്ടാൽ. ഇതിപ്പോ ഇത് നിന്നെങ്കിൽ അവിടെ ഒന്നും ഇല്ലേ, എന്താ പാട്ടില്ലേ, നമ്മൾ വിളിച്ചത് കേൾക്കുന്നു. കാരണം ഇത് അവരങ്ങനെ ശീലിച്ചു. അതുകൊണ്ട് മാത്രമാണ് വേദത്തിന്റെ ഘനത്തിനനുസരിച്ച് അവർ ശങ്കരാഭരണ രാഗം കാലേ കഥായുധാന്നുള്ള ഒരു രാഗത്തിന്റെ ഒരു ശൈലിയുണ്ട്. അത് തന്നെയാണ് കാലയോഗത്തിലെ അർജുനുള്ള രാഗവും. രണ്ടും ശങ്കരാഭരണമാണ്. പറഞ്ഞിട്ട് പ്രയോജനമില്ല. മൂളന്ന് കേട്ടാൽ അതിന്റെ ഗൗരവം അതിന് വരണം. ഒരേ രാഗം തന്നെയായിരിക്കും ഈ ഗൗരവം ഇതിന് വരണം. അപ്പോൾ വേദത്തിന്റെ സ്ഥിതിക്കനുസരിച്ച് രാഗങ്ങൾ മാറുന്നു. അഭിപ്രായ വ്യത്യാസം കുട്ടികൾക്ക് കൊടുത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറയാം, അറിയുന്നത് പറയാം. അപ്പൊ ഏതൊരു ശൈലിയും അതേമാതിരി തന്നെയാ പോകുന്നത്. അത് ആകെ പാശാന് തോന്നുന്നു ഇന്നത്തെ സമ്പ്രദായങ്ങൾ എങ്ങനെയാ പൊതുവെ ആകെ കഥകളി? എനിക്ക് ഇന്നത്തെ സമ്പ്രദായം വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം അതായിരിക്കും കുറച്ച് കൂടുതൽ ഇന്നത്തെ ജനങ്ങൾക്ക് പിടിക്കുന്നതും ആ സമ്പ്രദായങ്ങൾ. ഇതിന്റെ എണ്ണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇന്നത്തെ പാട്ടും ഇതൊക്കെ വെച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ അവർ ചിട്ടകൾ കൃത്യമായിട്ട് മാറ്റിക്കൊള്ളുന്നുണ്ടോ എന്നൊരു സംശയം. അവർ നമ്മളത്ര വേഷക്കാരത്ര മുഷിയുന്നില്ല പാട്ടുകാരെന്നുള്ളത് ആരെങ്കിലും പിടിക്കേണ്ട എന്നോട് പറഞ്ഞാൽ മനസ്സിലായില്ലേ?
അത് ചിട്ടയിൽ അവർ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കൂല. എന്നാൽ മാത്രമേ കുട്ടികളെല്ലാം കൊണ്ടുപോയില്ല. ചിട്ട മനസ്സിലായാൽ നമുക്ക് അതിന് മാറ്റങ്ങൾ പലതും ചെയ്യാം എന്ന് കൂടെ. അത് അടിസ്ഥാനമായിട്ട് നമുക്കിപ്പോ കോട്ടയ്ക്കലേക്ക് വരുന്ന വഴി ആ റോഡാണെങ്കിൽ നേരെ അതിലെ തന്നെ വരണം. ഇതിലും വഴിയുണ്ടാവും, ഇതിലും വഴിയുണ്ടാവും, ഞാൻ ചലിച്ചു പോകും. ഈ കോട്ടയം കഥകളിലെ നേർവഴി കൃത്യമാണ് വേണം. ഈ കോട്ടയം കഥകളിലെ കല്യാണ സൗഗന്ധിക ഒഴിച്ച് മറ്റു കഥകൾക്ക് ഇത്തരം പ്രചാരം ഇല്ലാണ്ടാവാൻ എന്താ കാരണം? പ്രചാരം ഇല്ല, അല്ലല്ല, അതിന് അത്യധ്വാനം കാരണം അത് ചെല്ലിയാടാനൊന്ന് കാണാനും ആൾക്കാരില്ല. ക്ഷമയോടുകൂടെ കാണണം. ഒരു ക്രിമീരവധത്തിൽ ധർമ്മപുത്രരുടെ പദാണെന്ന് വെച്ചാൽ ആരെങ്കിലും ആളുകൾ വന്ന് നിന്ന് വെറുതെ ഇത് മുറിഞ്ഞു പോകും. അവർക്കിത് കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല, ക്ഷമയില്ല. തൊഴിൽക്കാരാണ്, അത് ഇരുന്ന് കാണാനുള്ള സമയമില്ല. അതിന്റെ ഭാവം കൃത്യമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പാടാൻ ഇത്ര നല്ല സുഖമുള്ള കാമ്പോയി പാട്ടുകാർക്കും ബഹു സാധ്യതയുള്ളതാണ്. അങ്ങനെയുള്ള പാടണം. പക്ഷെ അത് കേൾക്കാനും ഇന്നത്തെ സമയമില്ല, വേഗം പോകണം. മാറ്റങ്ങളല്ലേ, മാറ്റം വരുന്നുണ്ട്. അതെ അതെ. പക്ഷെ കഥകളി ഇന്നത്തെ ശൈലി വളരെ നന്നായിട്ട് പോകും. എന്നാലും വളരെ സന്തോഷമായി. എനിക്ക് ഇനി സ്വന്തമായിട്ട് കുറേ കൂടി 2-3 മണിക്കൂർ വേറെ സംസാരിക്കണം. ഈ കോട്ടക്കലെ സെറ്റിലൂടെ ആ അദ്ദേഹത്തിന് മരിച്ച മഹാൻ എനിക്ക് നല്ലവണ്ണം അറിയാൻ സ്ഥാപിച്ച ആൾ. അദ്ദേഹം എനിക്ക് പാരിതോഷികം തന്ന മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ കോട്ടയത്ത് വാരിക്കോരി ചെലവിതിട്ട് ഈ സ്ഥാപനം വടക്കുമല്ല തെക്കുമല്ല ആർക്കും അവകാശപ്പെട്ടുള്ള എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു ഈ കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾക്ക് അഭിമാനം കൊള്ളുന്നു. തെക്കർ പറയുന്നു ഞങ്ങളതാണെന്നു, ഞാൻ പറയുന്നത് എന്റേതാണെന്ന്. അപ്പൊ അത് ഇത്ര നന്നായിട്ട് പോണ്ട ഒരു സ്ഥാപനം ഇന്ന് ഞാൻ കണ്ടു. 4 കളരിയുണ്ട് ഇവിടെ പണിയെടുത്തിട്ട് അഭ്യാസത്തിന്. ഒരു കാലത്ത് ഞാൻ വന്ന സമയത്ത് അവിടെ വെച്ചിട്ടായിരുന്നു അഭ്യാസം. പിന്നൊരു തവണ വന്ന് അങ്ങേരത്തൊരു സ്ഥലത്തെ. ഇന്നിപ്പോ ചോദിക്കുമ്പോൾ ഇന്നലെ ഞാൻ കളരിയിലാണ് താമസിച്ചു. അവർ പറയുന്നു അതും കളരിയിരുന്നു. ഇവിടെ നമ്മൾ രാമകൃഷ്ണനായർ പറഞ്ഞു കളരിയിലേക്ക് പോവാം. ഞാൻ കളരി എന്ന് പറഞ്ഞ് അങ്ങോട്ടാ പോയത്. അപ്പൊ ഇവിടെയും